ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിൽ എത്തുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും കിരീടങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു, രാജസ്ഥാൻ. ആദ്യത്തെ ചോദ്യം: ആർക്കാണ് ജീവകിരീടം ലഭിക്കുന്നത്? ഉത്തരം: മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: വാടുന്ന കിരീടം പ്രാപിക്കുന്നവർ ആരാണ്? ഉത്തരം: ലോകപരമായ ഓട്ടക്കളത്തിൽ ഓടുന്നവർ. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: നീതിയുടെ കിരീടം ആർക്കാണ് ലഭിക്കുന്നത്? ഉത്തരം: നല്ല പോർപൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാക്കുന്നവർക്ക്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: എപ്പോഴാണ് തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നത്? ഉത്തരം: ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: ആരുടെ തലയിലാണ് പൊൻകിരീടങ്ങൾ വച്ചിരിക്കുന്നത്? ഉത്തരം: സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരുടെ തലയിൽ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ധരിച്ച കിരീടം ഏതായിരുന്നു? ഉത്തരം: മുൾക്കിരീടം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: എസ്തേറിന്റെ തലയിൽ വെച്ച കിരീടം ഏതായിരുന്നു? ഉത്തരം: രാജകിരീടം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: രാജസന്നിധിയിൽ നിന്നും പുറപ്പെട്ട മൊർദെഖായി ധരിച്ചിരുന്ന കിരീടം ഏതായിരുന്നു? ഉത്തരം: വലിയ പൊൻകിരീടം. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം: യെരൂശലേം യഹോവയുടെ കയ്യിൽ എങ്ങനെയായിരിക്കുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: ഭംഗിയുള്ള കിരീടം. യെശയ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: എന്തിനെയാണ് ശോഭയുള്ള കിരീടമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: നരച്ച തലയെ. സദൃശവാക്യം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വൃദ്ധന്മാരുടെ കിരീടം എന്താണ്? ഉത്തരം: മക്കളുടെ മക്കൾ. സദൃശവാക്യം 17-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: ഞങ്ങളുടെ പ്രശംസാ കിരീടം നിങ്ങളാകുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: തെസ്സലോനിക്കരെ കുറിച്ച്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആരുടെ കല്യാണ ദിവസത്തിലായിരുന്നു അമ്മ കിരീടം ധരിച്ചത്? ഉത്തരം: ശലോമോന്റെ കല്യാണ ദിവസത്തിൽ. ഉത്തമഗീതം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ കിരീടം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: വെള്ളക്കുതിരമേൽ ഇരുന്നവന്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആരുടെ തലയിലാണ് യഹോവ തങ്ക കിരീടത്തെ വയ്ക്കുന്നത്? ഉത്തരം: ദാവീദിന്റെ തലയിൽ. സങ്കീർത്തനങ്ങൾ
21 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരുടെ കിരീടമാണ് എടുത്തു കളയുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരുടെ. യെഹെസ്കേലിന്റെ പ്രവചനം 21 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞുവെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം, ശലോമോൻ. സദൃശവാക്യം 27 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, പരീക്ഷ സഹിച്ചു കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ലഭിക്കുന്ന കിരീടം ഏതാണ്? ഉത്തരം, ജീവകിരീടം. യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ കിരീടത്തിലായിരുന്നു രത്നം പതിച്ചിരുന്നത്? ഉത്തരം, അമ്മോന്യരുടെ രാജാവിന്റെ കിരീടത്തിൽ. 2 ശമൂവേൽ 12 അധ്യായം 30 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആർക്കാണ് മഹത്വമുള്ള ഒരു കിരീടം കൊടുക്കുന്നത്? ഉത്തരം, തൻ്റെ ജനത്തിൻ്റെ ശേഷിപ്പിന്. യെശയ്യാവിന്റെ പ്രവചനം 28 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, ഭർത്താവിന് കിരീടമായിരിക്കുന്നത് ആരാണ്? ഉത്തരം, സാമർഥ്യമുള്ള സ്ത്രീ. സദൃശവാക്യം 12 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, എന്തെല്ലാമാണ് മഹത്വ കിരീടം ചൂടിക്കുന്നത്? ഉത്തരം, വിവേകവും ജ്ഞാനവും. സദൃശവാക്യം 4 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ഒരു താലന്ത് പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ കിരീടം ആരുടേതായിരുന്നു? ഉത്തരം, അമ്മോന്യരുടെ രാജാവിൻ്റെ. 1 ദിനവൃത്താന്തം 20 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്ത് രാജാവാക്കിയത് ആരായിരുന്നു? ഉത്തരം, യഹോയാദാ പുരോഹിതൻ. 2 ദിനവൃത്താന്തം 23 അധ്യായം 11 വാക്യം. കിരീടത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.